ചൈന തായ്വാനെ ആക്രമിക്കുമോ? ചൈന തായ്വാനെ കീഴ്പ്പെടുത്തിയിരിക്കും എന്നത് കല്ലിൽ എഴുതി വച്ചിരിക്കുന്ന പോലെ സത്യമാണ് എന്നാണ് ചൈനീസ് ഭരണാധികാരികൾ പറയുന്നത്. തായ്വാൻ എന്നൊരു രാഷ്ട്രം ഈ ഭൂമിയിൽ ഇല്ല എന്നും ഒരൊറ്റ ചൈന മാത്രമേ ഉള്ളൂ എന്നും ആരെങ്കിലും ഇതിനെ എതിർത്താൽ ചൈനയുടെ മാരകമായ പ്രഹരശേഷി അനുഭവിക്കേണ്ടി വരും എന്നാണ് ചൈനീസ് ഭരണകൂടം പറയുന്നത്. തായ്വാൻ എന്ന കൊച്ചു രാഷ്ട്രത്തെ ചൈന സൈനിക അഭ്യാസങ്ങൾ എന്ന പേരിൽ എല്ലാ ഭാഗത്തു നിന്നും വലിഞ്ഞു മുറുക്കി കെട്ടിവെച്ചിരിക്കുകയാണ് എന്ന് എല്ലാവർക്കും തോന്നാമെങ്കിലും സത്യത്തിൽ ഒരു തായ്വാൻ ആക്രമണ പദ്ധതി ചൈനയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അതിന് വെസ്റ്റേൺ ശക്തികളുടെ പിന്തുണ തായ്വാൻ ഉണ്ട് എന്നതല്ലാതെ തായ്വാൻ എന്ന രാജ്യത്തിന്റെ ജിയോഗ്രഫി ആൻഡ് ടോപ്പോഗ്രഫി ആക്രമിക്കുന്ന ശക്തികൾക്ക് പ്രതികൂലമാണ് എന്ന കാര്യവുമുണ്ട്. ഹലോ, ഹായ്, നമസ്കാരം. 5 സെക്കൻഡ്സ് വ്യൂവിലേക്ക് സ്വാഗതം. 5 സെക്കൻഡ്സ് വ്യൂവിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് എന്തുകൊണ്ടാണ് ചൈന തായ്വാനെ കീഴ്പ്പെടുത്താൻ ആഗ്രഹിക്കുന്നതെന്നും ചൈനീസ് സൈനിക നടപടിക്ക് സംഭവിക്കാവുന്ന തിരിച്ചടികളെക്കുറിച്ചും എപ്പോഴായിരിക്കും ചൈന ആക്രമിക്കാൻ സാധ്യത എന്ന കാര്യങ്ങളാണ്. ചൈനയുടെ ദുഃഖം ലോകത്തിലെ വലിയ രണ്ടാമത്തെ സാമ്പത്തിക ശക്തി ആയിട്ടും വലിയ സൈനിക ശക്തി ആയിട്ടും ആരുടാ എന്ന് അമേരിക്ക ചോദിച്ചാൽ ഒന്ന് പോടാ എന്ന് ഇന്ന് പറയാൻ ഏറ്റവും ശക്തിയുള്ള രാഷ്ട്രം ചൈന ആയിട്ടും ചൈനയ്ക്ക് അമേരിക്കയുടെ മുൻപിൽ റഷ്യക്കുള്ളതുപോലെ ഒരു അഡ്വാൻറ്റേജ് ഇല്ല. അതിൻ്റെ ഒരു വലിയ കാരണം അവരുടെ ജോഗ്രഫിക്കൽ കാരണങ്ങളാണ്. വലിയ സമുദ്രതീരമുള്ള ചൈനയുടെ എല്ലാ സമുദ്ര അതിർത്തികളിലും ശത്രു രാജ്യങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പസഫിക് സമുദ്രം, ഈസ്റ്റ് ചൈന സീ, സൗത്ത് ചൈന സീ എന്ന എല്ലാ സ്ഥലങ്ങളിലും അമേരിക്കയുടെ കൂട്ടാളികൾ അല്ലെങ്കിൽ അമേരിക്കൻ സൈനിക താവളങ്ങളുണ്ട്. അവരുടെ വ്യാപാരം, എണ്ണ ഇറക്കുമതി മുഴുവൻ നടക്കുന്ന മലാക്ക സ്ട്രീറ്റ് മുതൽ ഈസ്റ്റ് ചൈന സീ വരെയുള്ള സമുദ്രത്തിൽ പസഫിക്കിലേക്ക് ഒരു സ്വതന്ത്ര വഴി കിട്ടുന്നതിനുള്ള സാധ്യത ഉള്ളത് തായ്വാനിലൂടെ മാത്രമാണ്. അതുകൊണ്ടാണ് അവർ എന്ത് വില കൊടുത്തും തായ്വാനെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നത്. ഇവിടെ തായ്വാൻ ഒഴിച്ചുള്ള എല്ലാ രാജ്യങ്ങളും സ്വതന്ത്ര സൈനിക ശക്തി ഉള്ളതും അമേരിക്കയുമായി സൈനിക കരാറുള്ളതും പരമാധികാര രാജ്യങ്ങളായ ജപ്പാൻ, സൗത്ത് കൊറിയ, ഫിലിപ്പീൻസ് എന്ന രാജ്യങ്ങളാണ് ഉള്ളത്. തായ്വാൻ ഒരു പരമാധികാര രാജ്യമല്ലാത്തത് കൊണ്ടും UN മെമ്പർഷിപ്പ് ഇല്ലാത്തത് കൊണ്ടും തായ്വാൻ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരു സോഫ്റ്റ് ടാർഗറ്റ് ആണ്. ചൈനയുടെ ദുഃഖം ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. എങ്കിലും തായ്വാൻ ആക്രമണം ചൈനയ്ക്ക് അമേരിക്കയുടെ ഏഷ്യയിലെ ശക്തിയുമായിട്ടുള്ള നേരിട്ടുള്ള യുദ്ധത്തിലേക്കായിരിക്കും അത് നയിക്കുക. മെയിൻലാൻഡ് ചൈന തായ്വാനെ ആക്രമിക്കുകയാണെങ്കിൽ ചൈനയ്ക്ക് ഒരു വലിയ മാരകമായ ഡ്രോൺ സേനയെ നേരിടേണ്ടി വരുമെന്നും ഉപരിതല പ്ലാറ്റ്ഫോമുകളും അന്തർവാഹിനികളും മുതൽ ഏരിയൽ ഡ്രോൺ വരെയുള്ള ആയിരക്കണക്കിന് ആളില്ലാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തായ്വാൻ കടലിടുക്കിനെ ആളില്ലാത്ത നരകദൃശ്യമാക്കി അൺമാൻഡ് ഹെൽസ്കേപ്പ് ആക്കി മാറ്റുമെന്നും തായ്വാൻ കടലിടുക്കിലൂടെ മുന്നേറാൻ ശ്രമിക്കുന്ന ചൈനീസ് അധിനിവേശ ശക്തികളോട് പോരാടുന്നതിന് പ്രതിരോധത്തിന്റെ ആദ്യ നിരയാക്കി ഇതിനെ മാറ്റുമെന്നാണ് അമേരിക്കയുടെ ഇൻഡോ പസഫിക് കമാൻഡിന്റെ മേധാവി പറഞ്ഞത്. അതുപോലെ തായ്വാനെ അമേരിക്ക പെട്ടെന്ന് കൈവിട്ടാൽ സൗത്ത് ഈസ്റ്റ് ചൈന സീയിലെ അവരുടെ പ്രമുഖ സഖ്യശക്തികൾ ദുർബലരായി പോകും. അതുപോലെ അമേരിക്കയുടെ പസഫിക് അണ്ടർബെല്ലി നഗ്നമായി പോകും. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് തായ്വാനെതിരെയുള്ള ചൈനീസ് നീക്കം എന്തു തന്നെയായാലും അത് അമേരിക്കയും ചൈനയും തമ്മിലുള്ള തുറന്ന യുദ്ധത്തിലേക്ക് വരെ പോകാം. തായ്വാന്റെ ഭൂപ്രദേശം നമുക്കൊന്ന് നോക്കാം. കടലുകളാൽ ചുറ്റപ്പെട്ട തായ്വാന് ഏകദേശം 1566 കിലോമീറ്റർ തീരപ്രദേശമുണ്ട്. ഈ പർവ്വത ദ്വീപിൽ, മൗണ്ടനസ് ഐലൻഡിൽ മൊത്തം വിസ്തൃതിയുടെ 30% പർവ്വതങ്ങളും 40% കുന്നുകളും പീഠഭൂമികളും ബാക്കി 30% മാത്രമാണ് സമതല പ്രദേശം. മെയിൻലാൻഡ് ചൈനയെ ഫേസ് ചെയ്യുന്ന വടക്കൻ പ്രദേശം മാത്രമാണ് സമതല പ്രദേശം ആയിട്ട് ഇവിടെ ഉള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ പോർട്ടുകൾ ഉള്ളത് ഈ പ്രദേശത്താണ്. പസഫിക് മഹാസമുദ്രത്തിനോട് അഭിമുഖം വരുന്ന കിഴക്കൻ പ്രദേശം മുഴുവൻ വൻ പർവ്വതങ്ങളാൽ നിറഞ്ഞതാണ്. ഇതുവഴി ആക്രമിക്കാൻ വരുന്ന സൈന്യത്തിന്റെ ശവപ്പറമ്പായി മാറും ഈ കിഴക്കൻ പർവ്വത പ്രദേശം. കാരണം മൗണ്ടൻ യുദ്ധത്തിൽ എപ്പോഴും അഡ്വാൻറ്റേജ് ഡിഫെൻഡിങ് ആർമിക്കാണ്. ഇതുവഴിയാണ് ചൈന ആക്രമിച്ച് കയറാൻ ശ്രമിക്കുന്നതെങ്കിൽ അവിടെ ചൈനയുടെ ശവകുടീരമായി മാറും. കിഴക്ക് മുഴുവൻ കുത്തനെയുള്ള മലകളും വടക്ക് ഷാലോ വാട്ടർ കോസ്റ്റ് ലൈൻ അഥവാ ആഴമില്ലാത്ത തീരമാണ് തായ്വാൻ ഉള്ളത്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഫ്രാൻസിലെ നോർമാഡി എന്ന സ്ഥലത്താണ് വിജയകരമായി ഒരു ആംഫീബിയസ് ലാൻഡിംഗ് സഖ്യകക്ഷി സേന നടത്തിയത്. ഇത് മാത്രമാണ് നമുക്ക് മുൻപിലുള്ള ഒരു വലിയ ആംഫീബിയസ് ലാൻഡിംഗ് ഓപ്പറേഷൻ. അന്ന് ഇത് നടത്താൻ 10,000-ഓളം കപ്പലുകളും ലക്ഷക്കണക്കിന് സൈനികരുടെയും സഹായം ആണ് സഖ്യകക്ഷി സേനയ്ക്ക് ആവശ്യമായി വന്നത്.
ഈ സൈനികർക്ക് അവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് യുദ്ധം മുൻപോട്ട് കൊണ്ടുപോകാനുള്ള മുഴുവൻ സാധന സാമഗ്രികളും പടക്കോപ്പുകളും കൊണ്ടുവരേണ്ടതുണ്ട്. തായ്വാന്റെ സമുദ്രതീരം ആഴമില്ലാത്ത ഷാലോ വാട്ടർ ഉള്ള കോസ്റ്റ് ലൈൻ ആയതുകൊണ്ട് ചൈനീസ് പടക്കപ്പലുകൾക്ക് ലാൻഡിംഗ് കപ്പലുകൾക്കും തീരത്തിന്റെ അടുത്തേക്ക് വരാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് അവരുടെ കപ്പലുകൾ കിലോമീറ്ററുകൾ അകലെ നിർത്തി സാവധാനത്തിൽ മാത്രമേ സൈനികരെയും പടക്കോപ്പുകളെയും തീരത്തേക്ക് കൊണ്ടുവരാൻ പറ്റൂ. അതുപോലെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് സാധ്യമായ ലാൻഡിംഗ് പോർട്ടുകൾ തായ്വാനിലുള്ളത്. ഈ ലാൻഡിംഗ് പോർട്ടുകൾ തായ്വാൻ ഒന്നുകിൽ തകർക്കുകയോ അല്ലെങ്കിൽ വലിയ രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയോ ചെയ്താൽ ചൈനീസ് സൈന്യത്തിന്റെ ശവപ്പുറമ്പാകും ഈ സ്ഥലങ്ങൾ. കാരണം തായ്വാന് വേറെ എവിടെയും ശ്രദ്ധിക്കാതെ സാവധാനത്തിൽ ഇറങ്ങി വരുന്ന ചൈനീസ് സൈനികരെ ഒന്നൊന്നായി വെടിവെച്ച് വീഴ്ത്താനാകും. വൻ സന്നാഹമില്ലാതെ ചൈനയ്ക്ക് തായ്വാനിൽ ലാൻഡ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ സൈനിക അനുപാതം ഏതാണ്ട് ഒരു തായ്വാനി പടയാളിക്ക് 20 ചൈനീസ് സൈനികൻ എന്ന നിലയിൽ ചൈനയ്ക്ക് ഇവിടെ ആളെ കൊണ്ടുവരേണ്ടി വരും. അത് വീണ്ടും സൈനിക ഓപ്പറേഷൻ വൈകിക്കും. അതുപോലെ ഒരു സർപ്രൈസ് ഓപ്പറേഷൻ നടത്താനുള്ള സാധ്യതയും ഇല്ലാതാക്കും. അതുപോലെ കയറി വരുന്ന ചൈനീസ് പോരാളികൾക്കെതിരെ യുദ്ധം ചെയ്യാൻ തായ്വാൻ തീരുമാനിച്ചാൽ തായ്വാൻ കടലിടുക്ക് ക്രോസ് ചെയ്യുന്നതും ലാൻഡ് ചെയ്യുന്നതും പോർട്ട് പിടിക്കുന്നതും അവിടെ നിലനിർത്തുന്നതും ചൈനയ്ക്ക് ഒരുപാട് മരണങ്ങൾ, ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന വെള്ള സ്ഥലങ്ങൾ മുഴുവൻ ജനവാസ നഗരമേഖലകളാണ്. അതുപോലെ തായ്വാനിൽ മൊത്തം ഒരുപാട് നദികളുമുണ്ട്. ചൈന ഒരു പോർട്ട് പിടിക്കുകയും അതിലൂടെ രാജ്യം മുഴുവൻ പിടിക്കാനും തീരുമാനിക്കുമെന്ന് ഒരു ചർച്ചയ്ക്ക് വേണ്ടി നമ്മൾ അംഗീകരിച്ചാൽ അതിനുശേഷം ഈ പ്രദേശത്തു കൂടി തലസ്ഥാനമായ തായ്പേയിലേക്ക് നീങ്ങാൻ ചൈനീസ് സൈന്യം തീരുമാനിച്ചാൽ അത് യുദ്ധത്തിന്റെ മുഖം തന്നെ മാറും. കാരണം പരിസര പ്രദേശം നന്നായി അറിയാവുന്ന തായ്വാനി സേന ഒരു ഗൊറില്ല വാർഫെയറിലേക്ക് തിരിയും. ലോകത്തിൽ എവിടെയെങ്കിലും നഗരത്തിലോ മലയിടുക്കുകളിലോ നദീതീരങ്ങളിലോ ഗൊറില്ല യുദ്ധം നടന്നിട്ടുണ്ടോ അവിടെയെല്ലാം ആക്രമിക്കാൻ വരുന്ന സൈന്യത്തിന്റെ അന്ത്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സ്ഥലങ്ങളെല്ലാം ഡിഫെൻഡ് ചെയ്യുന്നവർക്ക് അഡ്വാൻറ്റേജ് ഉള്ള സ്ഥലങ്ങളാണ്. അതുപോലെ നഗര യുദ്ധത്തിൽ പോരാളികൾ ആരാണ്, സാധാരണക്കാരൻ ആരാണ് എന്ന് തിരിച്ചറിയാൻ ചൈനക്കാർ പാടുപെടും. കണ്ണുമടച്ച് വെടിവെച്ചാൽ സാധാരണ ജനത്തിന്റെ മരണസംഖ്യ വളരെ വലുതാകും. അത് വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുപോലെ എവിടെ ലാൻഡ് ചെയ്താലും തലസ്ഥാനമായ തായ്പേയിലേക്ക് താഴ്വാരങ്ങളിലൂടെയുള്ള ഇടുങ്ങിയ വഴികൾ മാത്രമേ ഉള്ളൂ. അതുവഴി മുൻപോട്ട് പോകുന്നത് ചൈനക്കാർക്ക് ആത്മഹത്യാപരമായി മാറും. ഈ ഓപ്പറേഷനും ചൈനയ്ക്ക് ഒരുപാട് സൈനികരെ കൊണ്ടുവരേണ്ടി വരും. അത് അത്ര എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. തായ്വാന്റെ തീരങ്ങളും നഗര കേന്ദ്രങ്ങളും എല്ലാം നല്ല രീതിയിൽ തന്നെ ഡിഫെൻഡ് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. അവരുടെ മിലിറ്ററി സാമഗ്രികൾ മുഴുവനും വെസ്റ്റേൺ സാമഗ്രികളാണ്. അത് ചൈനീസ് പടക്കോപ്പുകളേക്കാൾ ക്വാളിറ്റി ഉള്ളതാണ്. അതുപോലെ തായ്വാനെ സഹായിക്കാൻ അമേരിക്കയോ ജപ്പാനോ സൗത്ത് കൊറിയയോ ഫിലിപ്പൈൻസോ വന്നാൽ കാര്യങ്ങൾ ചൈനയുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ യുദ്ധമുഖത്തേക്ക് നോർത്ത് കൊറിയയും റഷ്യയും വരുന്നത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അത് മറ്റൊരു ലോകമഹായുദ്ധത്തിലേക്കും അണു ആയുധ പ്രയോഗത്തിലേക്കും ഭൂമിയിലെ സമസ്ത ജനങ്ങളുടെയും ജീവന് ആപത്തും ഉണ്ടാക്കും. ഈ ലോകം മുഴുവൻ നശിപ്പിക്കപ്പെടാവുന്ന ഈ ഉദ്യമനത്തിൽ നിന്ന് ചൈന പിന്മാറട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പക്ഷേ അവർക്ക് തായ്വാനെ യുദ്ധത്തിലൂടെ കീഴ്പ്പെടുത്തിയാലേ മതിയാകൂ എന്നുണ്ടെങ്കിൽ അടുത്ത കുറച്ചു മാസങ്ങൾക്കുള്ളിൽ അത് ചെയ്യേണ്ടി വരും. കാരണം ഉക്രൈൻ യുദ്ധത്തോടുകൂടി പടക്കോപ്പുകളുടെ ശേഖരത്തിൽ വൻ ഇടിവ് വന്ന വെസ്റ്റേൺ ശക്തികൾക്ക് അത് തിരിച്ചു ഉൽപ്പാദിപ്പിക്കാൻ സമയം വേണം. പ്രത്യേകിച്ച് അമേരിക്ക അവരുടെ പടക്കോപ്പുകളുടെ പ്രൊഡക്ഷൻ ഇപ്പോൾ കൂട്ടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ കാര്യത്തിൽ ഇപ്പോൾ ചൈനയ്ക്ക് വ്യക്തമായ മേൽക്കൈയുണ്ട്. പക്ഷെ വൈകിയാൽ ചൈനയ്ക്ക് ആ പടക്കോപ്പുകളിലുള്ള അഡ്വാൻറ്റേജ് നഷ്ടമാകും. വർഷത്തിൽ 2 മൺസൂൺ ഉള്ളതും എപ്പോഴും കലങ്ങി മറിയുന്നതുമായ തായ്വാൻ കടൽ ഇടുക്ക് മുൻപോട്ട് പോകാൻ ചൈനയ്ക്ക് അധികം സമയം ഒരു വർഷത്തിൽ കിട്ടില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് അധികം വൈകാതെ അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടാകും. ചൈനയുടെ തീരുമാനം എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. യുദ്ധം ചെയ്യാൻ ചൈന തീരുമാനിച്ചാൽ കൂടുതൽ സൈനികരെ ഇന്ത്യൻ ബോർഡറിൽ നിന്ന് പിൻവലിച്ച് തായ്വാൻ തീരത്തേക്ക് വിന്യസിച്ചാൽ ടിബറ്റിന് സ്വാതന്ത്ര്യം എന്ന ഇന്ത്യക്കാരുടെ സ്വപ്നം പൂവണിയും. കാരണം അങ്ങനെ സംഭവിച്ചാൽ ഒട്ടും സമയം കളയാതെ ഇന്ത്യൻ സൈനികർ ടിബറ്റിലും പാക് അധീന കാശ്മീരിലും പറന്നിറങ്ങും. അതും കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ചൈനയുടെ അടുത്ത നടപടികൾ. താങ്ക് യു സോ മച്ച്. This is 5 seconds view on Chinese attack on Taiwan. Please like, subscribe and share our video. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഞങ്ങൾക്ക് വളരെയധികം ആവശ്യമാണ്. താങ്ക് യു.